ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. കണ്ണൂർക്കാരുടെ സ്വന്തം അവിലിസ്ത്രിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അവിലിസ്ത്രി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോയാലോ. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 2 കപ്പ് പാൽ ഇവിടെ ഒരു സോസ് പാനിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവിലിസ്തിരി കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ. 2 ദിവസം മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ണൂർ സ്പെഷ്യൽ പലഹാരത്തിൽ ഈ ഒരു അവിലിസ്തിരിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അതൊന്ന് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഷോപ്പ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പണ്ട് മുതലേ ഉള്ളൊരു വിഭവമാണിത്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ സ്നാക്കൊക്കെ ആയിട്ട് നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പാല് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് തിളക്കുമ്പോൾ നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി തിളപ്പിച്ച പാലിലോട്ടേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് പഞ്ചസാര മാത്രം മതിയെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ടേക്ക്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ പഞ്ചസാരയും ആ ഒരു കണ്ടൻസ് മിൽക്കും കൂടി നമ്മുടെ പാലിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. അതിലൊട്ടേക്ക് ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അവിൽപ്പൊരിയാണ്. ഇതിപ്പോൾ ഏത് തരം അവിൽ നിങ്ങൾക്ക് എടുക്കാം, ഫ്രൈ ചെയ്തതും ചെയ്യാത്തതും അങ്ങനെ ഏത് തരം അവിലും എടുക്കാം. ഞാനിപ്പോൾ അവിൽപ്പൊരിയാണ് എടുത്തിട്ടുള്ളത് 1 കപ്പ്. അത് നമുക്കിതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ആൽമണ്ടും നട്ട്സും ആണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഇത്തിരി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓമപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് ഓമപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റോബസ്റ്റ് പഴമാണ്. അത് ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റോബസ്റ്റ് പഴം താല്പര്യം ഇല്ലെങ്കിൽ ചെറുപഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പക്ഷേ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചൂട് പാലില്ലേ, നമ്മൾ പഞ്ചസാരയും സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ആക്കിയിട്ടുള്ള നമ്മുടെ ഈ ചൂട് പാല് ഇതിൻ്റെ മുകളിൽ നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കഴിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് കേട്ടോ ഈ ഒരു പാല് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അവിലും ഒമപ്പൊടിയൊക്കെ കുതിർന്നു പോകും. അപ്പോൾ നമ്മൾ ആ ടേസ്റ്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു മിക്സ് ചെയ്തതിന് ശേഷം അതായത് നമുക്ക് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം നമ്മൾ ഈ ഒരു ചൂട് പാല് സെർവ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അപ്പോഴാണ് നമ്മൾ ക്രിസ്പിയോടുകൂടി നമ്മൾ അവിലും ഒമപ്പൊടിയും ഒക്കെ കൂടി ഒരു ക്രിസ്പി ആയിട്ട് ഒരു ചൂട് പാലോടുകൂടി കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ഐറ്റം അവിലിസ്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.